താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അവിടെ നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ഫീൽഡുമായിട്ട് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ റിലേറ്റീവ്സിൽ പോലും സിനിമാക്കാരൻ അല്ലെങ്കിൽ സീരിയൽ വർക്ക് ചെയ്യുന്ന ആളെന്നൊരാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ സത്യത്തിൽ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. ആരെ കാണണം, എങ്ങനെ ഇതിലേക്ക് വരണം എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. യാദൃച്ഛികമായിട്ട് നമ്മൾ റിലേറ്റീവിനെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ സാഹചര്യവശാൽ അവിടെ ഒരു കുറച്ച് ദിവസങ്ങൾ നിൽക്കേണ്ടി വരികയും ഈ പകൽ സമയങ്ങളിൽ ഞാൻ ഫ്രീ ആണ്. വൈകുന്നേരം മാത്രമേ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റൂ. വലിയ രോഗമൊന്നുമല്ല, ഒരു ടെസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളായതുകൊണ്ട് ഒരു 2 ആഴ്ച ടൈം ഫ്രീ ആയതുകൊണ്ട് ഈ സമയങ്ങളിൽ വെറുതെ സിറ്റിയിലൊക്കെ പോവുകയും അങ്ങനെ ഈ ഷൂട്ടിംഗ് വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൊക്കേഷൻസിൽ പോയി നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ പോകുന്നത്. അഭിനയിക്കുക, ക്യാരക്ടർ ചെയ്യുക. അങ്ങനെ യാദൃച്ഛികമായിട്ട് മുരളി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറെ പരിചയപ്പെടാൻ ഇടപെടുകയും പുള്ളിയോട് ഞാൻ ഇങ്ങനെ അഭിനയിക്കണം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പുള്ളിക്ക് അന്ന് സത്യത്തിൽ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്തോ ആവശ്യമുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ ഒരു കാര്യം, നീ എന്റെ കൂടെ ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാമെങ്കിൽ നിനക്ക് എന്തെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. സാഹചര്യവശാൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യേണ്ടി വന്നതാണെങ്കിലും പെട്ടെന്ന് ആദ്യത്തെ വർക്കോടുകൂടി തന്നെ ഞാനിത് വളരെ സീരിയസ് ആയിട്ട് കാണുകയും എന്റെ ഒരു മേഖലയിൽ അതാണെന്ന് തോന്നുകയും അതിനുശേഷം നിരവധി ഡയറക്ടേഴ്സിന്റെ കൂടെ എന്റെ ഭാഗ്യം കൊണ്ട് അന്നത്തെ ഹിറ്റ് മേക്കറായിരുന്ന സാജൻ സാറ്, ഐ വി ശശി, മോഹൻ കുപ്ലേരി, ഡയറക്ടർ എം നസീർ, അവരുടെ പല സിനിമകളിലും സീരിയലിലും ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്തു. ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് സീരിയലാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറായ അരോമയുടെ ആദ്യത്തെ സീരിയലായ മിന്നാരമാണ്. മിന്നാരം നല്ല രീതിയിൽ പോയൊരു സീരിയലായിരുന്നു. പ്രവീണ ഡബിൾ ഡോളിലും സുരേഷ് കൃഷ്ണനും ചെയ്തൊരു സീരിയലാണ്. റേറ്റിംഗിൽ തുടക്കം പോലെ തന്നെ വളരെ മുൻപന്തിയിൽ വന്ന് പെട്ടെന്ന് അതിലാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം മിഥുനം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തു. അതിനുശേഷം അരോമയുടെ തന്നെ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു സീരിയൽ ചെയ്തു. അതിനുശേഷം ശ്രീ മൂവീസിന്റെ 3 സീരിയലുകൾ ചെയ്തു. വിശുദ്ധ തോമസ് ലീഹ, അക്കരെ ഇക്കരെ, പിന്നെ അതിനുശേഷം ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സീരിയൽ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞ പ്രൊജക്ട് ചെയ്തു. അതിനുശേഷം ശ്രീ മൂവീസിന്റെ അക്കരെ ഇക്കരെ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ വർഷമാണ് ടോട്ടലി മലയാളത്തിൽ നിന്ന് മാറി ഈ തമിഴിലും തെലുങ്കിലും ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഇവിടെ സൂപ്പർ ഹിറ്റായ ഒരു സീരിയലിന്റെ റീമേക്ക് തന്നെയാണ്. പക്ഷേ ഇവിടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വേറൊരു ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നതാണ്. മഹാറാണി എന്നാണ് ആ പ്രോജക്ടിന്റെ പേര്. തമിഴിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണത്. വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛനും അമ്മയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഒരു സഹോദരിയുണ്ട്, മൂത്തതാണ്, വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. തുടക്കകാലത്ത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇതിനോട് എതിർപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ സപ്പോർട്ടാണ്. വിവാഹം കഴിച്ചിട്ടില്ല. എല്ലാ സംവിധായകരെയും പോലെ തന്നെ സിനിമ ചെയ്യണം, സിനിമയിൽ വരിക എന്നുള്ളതാണ് നമ്മളുടെ എയിം. കഴിവും അവസരവും മാത്രം കിട്ടിയാൽ പോരാ, ഭാഗ്യം കൂടെ കിട്ടേണ്ട ഒരു മേഖലയാണ് ഇത്. സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും എന്താണെങ്കിലും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ എല്ലാം അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാകണം. നന്ദി.